രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി.ആർ. ഗവായ് ഇന്ന് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇലക്ട്രൽ ബോണ്ട് കേസ്, ബുൾഡോസർ രാജിനെതിരായ വിധി എന്നിവയടക്കം സുപ്രധാന വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധേയനായ ജസ്റ്റിസ് ഗവായ് മുൻ കേരള ഗവർണറായിരുന്ന ആർ.എസ്. ഗവായിയുടെ മകനാണ്. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാവുന്ന രണ്ടാമത്തെ ന്യായാധിപൻ കൂടിയാണ് അദ്ദേഹം. ഈ വർഷം നവംബർ 23 വരെ ജസ്റ്റിസ് ബി.ആർ. ഗവായ് ചീഫ് ജസ്റ്റിസായി തുടരും. പശ്ചിമേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ റിയാദിലെത്തിയ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $14,200 കോടി ആയുധ കരാറിൽ ഒപ്പിട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടെന്നാണ് കരാറിനെ വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും കരാറിലെത്തിയത്. ഇതോടെ യുദ്ധമുഖത്ത് ഉപയോഗിക്കാവുന്ന അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളും സൈനികോപകരണങ്ങളും സാങ്കേതികവിദ്യയും അമേരിക്ക സൗദിക്ക് കൈമാറും. സിറിയയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമാധാനത്തിലേക്ക് നീങ്ങാൻ ഒരു അവസരം എന്ന നിലയിലാണ് ഇതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുമായി ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിമത നേതാവായിരുന്ന അൽ ഷറ ബഷാർ അസദിനെ അട്ടിമറിച്ചാണ് അധികാരമേറ്റത്.